ഹലോ ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാട്ടോ ജെംസിന മാം. ഓക്കെ ഓക്കെ. എല്ലാരും വീഡിയോ ഓഫ് ആണല്ലോ. വീഡിയോ ഒന്ന് ഓൺ ആക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, മാക്സിമം വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊന്ന് ഓൺ ആക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് ഓൾ. അതുപോലെ തന്നെ എൻ്റെ പേര് ജംസിന എന്നാണ്. സോഫ്റ്റ് സ്കിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഈ സെഷൻ ഒരുക്കി തന്നിട്ടുള്ള വിംബിൾ അക്കാദമിയുടെ എല്ലാ മെമ്പേഴ്സിനും ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. സോ മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കൂട്ടോ. കാരണം എന്നെ ആദ്യമായിട്ടാവും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ എനിക്കും നിങ്ങളെല്ലാവരും ഒന്ന് കാണാലോ. പറയുന്നതൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ഇന്നിപ്പോ നമ്മള് എണീറ്റത് മുതൽ ഇതുവരെയുള്ള ഒരു ടൈമില് നിങ്ങളിൽ ആരൊക്കെ എത്ര ടൈം ഇന്ന് ഫോണിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സമയം? അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ന്യൂസ് ആവട്ടെ, അല്ലെങ്കിൽ അതർ ഇൻസ്റ്റ, അതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ ആപ്സ് ഇന്ന് എത്ര ടൈം ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എണീറ്റതിന് ശേഷം? ഞാനൊരു 10 മിനിറ്റ്. 10 മിനിറ്റ്. അതിൽ കൂടുതൽ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇന്ന്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാമോ? അതോ ഡയറക്റ്റ് നമ്മുടെ സെഷനിലോട്ട് എണീറ്റ് ഉടനെ വന്നവരാണോ? അതോ ഓക്കെ ഓക്കെ ആവട്ടെ. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രം ബ്രെയിൻ റൂട്ട് ടു ബ്രെയിൻ റീസെറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ബ്രെയിൻ റൂട്ട്, എങ്ങനെ നമുക്ക് ബ്രെയിൻ റൂട്ടിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, കാരണം ഒരു ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ് ഈ ബ്രെയിൻ റൂട്ട് എന്നുള്ളത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2024 അവരുടെ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വേർഡാണ് ഈ ബ്രെയിൻ റോട്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ 1 ഇയറോളായി നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. എന്നാലും നമുക്ക് അതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മള് അതായത് ബ്രെയിൻ റൂട്ട് എന്ന വേർഡിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് 1854 ഹെൻറി ഡേവിഡ് തോറയുടെ വാൾഡൻ എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഈ വേർഡ് ഉപയോഗിക്കുന്നത്. ആ പുസ്തകം എന്തിനെ പറ്റിയാന്ന് ചോദിച്ചാല് പ്രകൃതിയുമായിട്ടുള്ള ലളിതമായ ജീവിതത്തെ പറ്റിയിട്ടാണ് ആ പുസ്തകം. സോ നമുക്ക് പുസ്തകത്തിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ വേർഡിന്റെ ഒരു ഉത്ഭവം ഞാൻ പറഞ്ഞു ഈ ബുക്കിൽ നിന്നാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് 2024 ഈ വേർഡ് പബ്ലിഷ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഫോണില്ലാണ്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസോ ഇല്ലാതെ നമുക്കിന്ന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാലഘട്ടമാണ്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു എന്താ പറയാ ഒരു വശമാണ്. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടും നമ്മൾ നമ്മുടെ ഗാഡ്ജറ്റ്സിനെ അല്ലെങ്കിൽ ഡിവൈസസിനെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകണം എന്നുള്ളതും നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു അത്യന്താപേക്ഷികമായിട്ട് ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഈ ബ്രെയിൻ റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ബ്രെയിൻ റൂട്ടിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപയോഗം കൊണ്ട് നമ്മുടെ മൈൻഡിന് ഉണ്ടാകുന്ന ഒരു അലസത, ക്ഷയം എന്നൊക്കെ പറയും. അതെ അതെ അതെ. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് മുഖേന നമ്മളിൽ നിലവാരം കുറഞ്ഞ, അതായത് ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു ഫേസ്ബുക്ക് എടുക്കുകയെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, പൊതുവെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു ട്രെൻഡ് ഉള്ള കാലമാണ്. ഫേസ്ബുക്ക് ഇല്ല എന്നല്ല, എന്നാൽ പോലും നമുക്ക് ഇഷ്ടമുള്ള പല ആപ്സ് ഉണ്ടാവും, പലർക്കും പല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാവട്ടെ, സോഷ്യൽ മീഡിയ അതർ പ്ലാറ്റ്ഫോമിലാവട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, നിലവാരം കുറഞ്ഞ കണ്ടന്റ്സ് നമ്മൾ റാപ്പിഡ് ആയിട്ട് നമ്മൾ സീക്ക് ചെയ്യാണ്. നമ്മൾ ലോങ് വീഡിയോ കാണാൻ നമുക്ക് എന്തായിരിക്കും, ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, നമുക്കൊരു മടി ഫീൽ ചെയ്യും. നമുക്ക് അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് എന്താണോ കണ്ടന്റ് എന്ന് കാണാനായിരിക്കും നമുക്ക് താല്പര്യം. ഒന്നാമത് നമ്മുടെ ഇന്നത്തെ ഒരു കാലത്തുള്ള കണ്ടന്റ് അങ്ങനെ തന്നെയാണ്.
അതായത് നമുക്ക് കുക്ക് ഇട്ട് തരും, നമ്മൾ എന്നിട്ട് അതിലോട്ട് നമ്മൾ ആ വീഡിയോ കാണാൻ പോകും. പക്ഷെ നമുക്ക് എപ്പോഴും കൂടുതൽ ലോങ് ആയിട്ട് ആ വീഡിയോ കാണാനുള്ള ഒരു ടെൻഡൻസിയേ ഉണ്ടാവില്ല. ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനായിരിക്കും നമുക്ക് എപ്പോഴും ടെൻഡൻസി ഉണ്ടാവുക. അതായത് നിലവാരം കുറഞ്ഞിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിനും നമ്മുടെ ബോഡിക്കും മാനസികമായിട്ടും ഭൗതികമായിട്ടും ഉണ്ടാകുന്ന ഒരു ശേഷിക്കുറവ് അല്ലെങ്കിൽ ആ ഒരു തകർച്ചയാണ് എന്ത് പറയുക ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. മാഡം പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ അമിതമായ സ്ക്രോളിംഗ് ആണ് ഈ ബ്രെയിൻ റോട്ടിന് കാരണം. ഇതൊരു മെഡിക്കൽ ടേം അല്ല, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് കണ്ടീഷൻ അല്ല, ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ അമിതമായിട്ടുള്ള സ്ക്രോളിങ്ങിനെ. ഓക്കെ, അതാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു അരമണിക്കൂറിനോ ഒരു 5 മിനിറ്റിനൊക്കെ ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മണിക്കൂറോളമായിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഈ സ്ക്രോളിങ്ങിന്റെ ഒരു പവറാണ്. അതിൽ നിന്ന് നമുക്ക് ഇന്റൻഷ്യലി കുറക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ബ്രെയിൻ റോട്ട് എന്ന കണ്ടീഷനിൽ നിന്ന് മുക്തമാവാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു കണ്ടീഷൻ തന്നെയായിരിക്കും ബ്രെയിൻ റോട്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഒരു മണിക്കൂറിൽ കൂടുതൽ ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും വീഡിയോ നമുക്കിപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കാറ്. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് തീർച്ചയായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. ശരിയാ, നമുക്ക് ക്ലാസ് ഒക്കെ 1 hour ഉണ്ടാകും. പക്ഷെ അത് നമുക്ക് ക്വാളിറ്റി ആയ കാര്യങ്ങൾക്കാണ്. അത് ക്ലാസ് ഒക്കെ നമുക്കൊരു ക്വാളിറ്റി ആയ കാര്യങ്ങളാണ് നമുക്ക് തരുന്നത്. അതല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതർ ആപ്സ് നമ്മൾ അതർ വീഡിയോസ് ഒക്കെ കാണില്ലേ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണോ, അല്ലെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ കുറെ ഒരുപാട് ഫോളോവേഴ്സിന്റെ ഒരുപാട് കണ്ടന്റ് അടങ്ങിയ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നവരായിരിക്കും അല്ലെ? അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ഒരു ജെൻ സെഡിന്റെയും ജെൻ ആൽഫയുടെ ഒക്കെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും. നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും മണിക്കൂറോളം. നമ്മൾ ഒരു അരമണിക്കൂറിന് എടുക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ എണീറ്റ ഉടനെ അല്ലെങ്കിൽ വേറെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഇതിനിടയ്ക്ക് നമ്മൾ ഫോണിന്റെ ഒരു ഉപയോഗം വന്നു. സപ്പോസ് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാണ്, നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഫോൺ എടുത്തു, നമുക്കിപ്പോ ഒരാളെ വിളിക്കണം എന്നുണ്ടാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ നോട്ടിഫിക്കേഷന് ഒരു ഹെഡ്ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് നമ്മൾ ആദ്യം നോട്ടിഫിക്കേഷൻ നോക്കും. ശേഷം അതിന് താഴെ വരുന്നതൊക്കെ സ്ക്രോൾ ചെയ്ത് നമ്മൾ എന്താണോ ചെയ്യണം എന്ന് വിചാരിച്ച് ആ കാര്യത്തിലോട്ട് എത്താതിരിക്കും. എന്നിട്ട് പിന്നെയോ നമ്മൾ ഓർക്കും, അയ്യോ എനിക്കിങ്ങനെ ഒരാളെ വിളിക്കേണ്ടതായിരുന്നുവല്ലോ എന്ന്. അതേപോലത്തെ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയ സന്ദർഭങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ? നമ്മൾ ഫോൺ എടുക്കുന്നത് ഒരു ആവശ്യത്തിനാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യും. നമ്മുടെ ബ്രെയിനെ നമ്മൾ ഭയങ്കര എക്സസീവ് ആയിട്ട് ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ ഇവൻ ഞാൻ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനൊക്കെ ഈ ബ്രെയിൻ റോട്ട് എന്ന ഒരു കണ്ടീഷൻ, ഈ ഒരു ടേം നമ്മുടെ സോഷ്യൽ മീഡിയ യുഗത്തിൽ വന്നപ്പോൾ ഞാനൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്രെയിനെ നമ്മൾ ഓവർലോഡ് ചെയ്യുക. കാരണം മൾട്ടി ടാസ്കാ ചെയ്യുക. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ ഗൂഗിൾ സൂം മീറ്റിംഗ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിന്റെ ആപ്പോ അല്ലെങ്കിൽ നമ്മൾ വേറെ ടൈപ്പ് ചെയ്യാനുള്ള ആപ്പോ അല്ലെങ്കിൽ വേറെ നമ്മൾ ഗൂഗിളോ യൂട്യൂബോ നമ്മളിങ്ങനെ മൾട്ടി ടാസ്ക് ബാർ ഓൺ ആക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനെ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ടാസ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഡാമേജസും ഡോപ്പമിന്റെ അളവൊക്കെ ഹിറ്റ് ചെയ്ത് നമ്മളെ ബ്രെയിനിന്റെ ഒരു ക്യാപ്പബിലിറ്റി പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റിനൊക്കെ ഡാമേജ് ചെയ്യാണ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ബ്രെയിൻ റോട്ടിന് മെയിൻ ആയിട്ട് വരുന്ന റീസൺസ്. പിന്നെ അതേപോലെ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. സിംറ്റം എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ സ്ക്രോളിംഗ് അമിതമാകും. നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് വേണ്ട കാര്യങ്ങള് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിൽ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരേ സമയം പല പല കാര്യങ്ങളാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഒരു ഔട്ട്കം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിൽ ക്ഷമയില്ല. നമുക്കൊരു ഇപ്പൊ സപ്പോസ് നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ പോലും നമുക്ക് ലോങ് വീഡിയോ കാണാനുള്ള ഒരു ക്ഷമ പോലും ഇല്ല. പിന്നെ നമ്മൾ കൂടുതൽ പേരിലും കാണുന്ന ഒരു പ്രവണതയാണ്, നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കയ്യിൽ ഫോൺ ഉണ്ടാവും. നമ്മൾ സംസാരിക്കുന്നുണ്ടാവും ചെയ്യും, ഫോണിൽ നോക്കുന്നുണ്ടാവും, ചിലപ്പോൾ കോൾ ചെയ്ത് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ആ പ്രവണത ശരിക്കും തെറ്റാ. കാരണം നമ്മൾ എപ്പോഴും ഐ ടു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ക്യൂറേറ്റ് യുവർ ഫോൺ ആൻഡ് സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയും ഫോണിനെ നന്നായിട്ട് ക്യൂറേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ, ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇട്ടു,
ഇൻസ്റ്റയിലോ അല്ലെ ഫേസ്ബുക്കിലോ ഇട്ടോ, അതിന് താഴെ എത്ര പേര് ലൈക്ക് ചെയ്തു, ആരൊക്കെ കണ്ടു, ഇനി അതിൽ എന്തൊക്കെയായിരിക്കും കമന്റ് വരിക എന്നതിനെ പറ്റിയൊക്കെ നമ്മളൊരു ആവലാതി അല്ലെങ്കിൽ നമ്മുടെ ഇൻബിൽട്ട് ആയിട്ട് നമ്മളെ ബ്രെയിനിൽ അത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം പോസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു 10-20 മിനിറ്റ് നമ്മൾ നമ്മുടെ ഫോണൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് നമ്മൾ വേറെ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെയ്യാത്ത പക്ഷം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു ലൈക്കോ ഒരു കമന്റോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമിൻ, നമുക്കറിയാം ഹാപ്പി ഹോർമോണായ ഡോപ്പാമിൻ ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യും, ഹിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഗുഡ് ഫീൽ, നമ്മൾ ഹാപ്പി ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്തത് എന്താ, അടുത്ത കമന്റ് എന്തായിരിക്കും, നമുക്ക് എത്ര ലൈക്ക് കിട്ടും, എത്ര വ്യൂസ് കിട്ടും എന്നുള്ള ഒരു തോട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ അറിയാതെ സ്ക്രീനിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. കൂടെ നമ്മൾ അതിന്ന് പുറത്ത് കടന്ന് അതർ വീഡിയോസോ ആപ്സോ ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. അത് മണിക്കൂറോളം നമ്മളെ സ്ക്രോൾ ചെയ്യുന്നതിലോട്ടും എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കാണുന്ന സമയത്തോ ലൈക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊരു ടൈം പീരീഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് ആവശ്യമായ നോട്ടിഫിക്കേഷൻസ് മാത്രം എനേബിൾ ചെയ്യുക, അല്ലാതെ ഡിസേബിൾ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഫോണിൽ ആവശ്യമായിട്ടുള്ള നമുക്ക് അനാവശ്യമായ ആപ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യുക. ആവശ്യമായ ആപ്സ് മാത്രം നമ്മൾ നമ്മുടെ ഫോണിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ മെയിൻ ആയ വേറൊരു കാര്യമാണ്, നമുക്ക് അറിയാം നമ്മുടെ യുഗത്തില് നമുക്ക് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ടൈം ഇപ്പോൾ ഫോണിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയം കിട്ടിയാൽ പോലും നമ്മൾ ഫോണിനോടാണ് കൂടുതൽ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. സോ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂ തരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പൊ നമുക്ക് നെഗറ്റീവ് മെസ്സേജസും നെഗറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ, നിലവാരം കുറഞ്ഞ കണ്ടന്റ് ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ അതിന്റെ ക്രിയേറ്റേഴ്സ് അതിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അൺഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എപ്പോഴും പോസിറ്റീവായ, നമ്മുടെ മൈൻഡിനെ ഹീൽ ചെയ്യുന്ന, നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആക്കി വെക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാനും കേൾക്കാനും നമ്മൾ എന്ത് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുക, അല്ലാത്തതൊക്കെ അൺഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതേപോലെ തന്നെ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാലും നമ്മൾ സ്ക്രീന് ഫീച്ചേഴ്സ് ആയിട്ടുള്ള, അതായത് നമ്മുടെ സ്ക്രീൻ ടൈം ഫീച്ചേഴ്സ് ആപ്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. അതായത് നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഇൻബിൽട്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ ടൈമിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ സമയം ചിലപ്പോൾ ഒക്കെ കാണാം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ ഓരോ ആപ്പിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ആ ഫീച്ചർ, അതായത് നമ്മൾ ഫോണിലെ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഈ ഫീച്ചറിന് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതൊക്കെ ഇടയ്ക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം, നമ്മൾ എത്ര ടൈം നമ്മൾ സ്ക്രീനിൽ അല്ലെങ്കിൽ ആ ഒരു ഫോണിലെ ഈ ആപ്പിൽ എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ ബോധേർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് പല ആപ്സുകളും ഉണ്ട്. ഇപ്പൊ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം, എന്നിട്ട് നമ്മൾ എപ്പോഴും ഒരു ടൈം ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ബ്രെയിൻ റോട്ടിനെ തടയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ തേർഡ് പോയിന്റ് എന്താണ്, ക്രിയേറ്റീവ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സ്പീഡ് ഉണ്ടോ, ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പൊ ക്രിയേറ്റീവ് ഐഡിയാസ്, അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം, നമ്മളെപ്പോഴും ഒരു ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഫോൺ എടുക്കാനായിരിക്കും ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫോണ് നമുക്ക് ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പകരം നമ്മൾ ആ കുറച്ച് സമയം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ചിലവർക്ക് അത് പെയിന്റിങ് ആകാം, ഡ്രോയിങ് ആവാം, ചിലവരോട് സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാവാം, ബുക്ക് വായിക്കുന്നതാവാം. അങ്ങനെ നമുക്ക് ഏതാണോ, കുക്കിംഗ് ആവാം, ഗാർഡനിങ് ആവാം, നമുക്ക് കൃഷി ചെയ്യുന്നതാകാം, ഫാമിംഗ് ആവാം. അപ്പൊ നമുക്ക് ഏതാണോ ഇഷ്ടം, ഏതാണോ താല്പര്യം, അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സമയം നമ്മൾ ക്രിയേറ്റീവ് ഐഡിയാസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ക്രിയേറ്റീവ് ഐഡിയാസിന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിന് റീവർക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഫോണിൽ തന്നെ ആയിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും വരും. കൂടെ നമ്മള് ഈ ബ്രെയിൻ റോട്ട് എന്ന കണ്ടീഷനെ നമ്മൾ ഒരു പാർട്ടായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിലോട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഫ്രീ ഫോൺ സ്പേസസ് എന്നാണ് സോൺ. അതായത് നമ്മൾ ഇന്ന് പല വീടുകളിൽ നമുക്ക് കാണാൻ പറ്റും, ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകുന്ന പ്രവണത. എല്ലായിടത്തും ഉണ്ടോന്ന് അറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിൽ പറയാണ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് സ്പേസ് ആയിട്ടില്ല, നമ്മൾ ഏറ്റവും കാമായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട ഒരു ഏരിയയിൽ പോലും നമ്മൾ ഇന്ന് ഫോണിന്റെ ഉപയോഗം അവിടെ പോലും നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം, ഈ സമയം, അതേപോലെ നമ്മൾ രാവിലെ എണീറ്റ ഒരു അരമണിക്കൂർ
ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പേ ഒക്കെ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള മക്കളുടെ കൂടെ ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ മിക്ക വീട്ടുകളിലും കാണാം നമ്മുടെ പാരന്റ്സ് ഫോണിലാവും, എന്നിട്ട് മക്കളെ കുറ്റം പറയും. മക്കള് ഫോൺ അഡിക്ഷൻ ആണ്, മക്കൾക്ക് ഫോൺ സ്ക്രീനിങ് കൂടുതലാണെന്ന് പറയും. കാരണം നമ്മളെ കണ്ടാണ് അവർ പഠിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കള് നമ്മളെ വന്ന് വിളിക്കുമ്പോൾ നമ്മള് ഒന്ന് വിട്ടെ ഒഴിവാക്കിയെന്നൊക്കെ പറഞ്ഞ് പോകുന്ന പല പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കള്, കാരണം നമ്മളെ മക്കൾക്ക് നമ്മൾ അറ്റൻഷൻ കൊടുത്താലാണ് അവർ നമ്മളെ കണ്ടാണ് കോപ്പി ചെയ്യുക. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് അറ്റൻഷൻ കൊടുക്കണം, അവരെന്താണോ പറയുന്നത് അത് റെസ്പോണ്ട് ചെയ്യാം. അപ്പോ നമ്മൾ വീട്ടിലായാൽ പോലും തീരെ ഉപയോഗിക്കണ്ട എന്നല്ല, നമ്മൾ ക്വാളിറ്റി ടൈം എപ്പോഴും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതേപോലെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ആയാലും കുറച്ചൊക്കെ നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയമായാലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പകുതി കോളിലാവും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. അത് ആ ഒരു പ്രവണതയൊക്കെ നമ്മൾ ഒഴിവാക്കി അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഫോണ് ഒഴിവാക്കി നമ്മൾ കാമായിട്ട് സംസാരിക്കുക, പ്രവർത്തിക്കുക, ഇടപെടുക, എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ബ്രെയിൻ റോട്ട് എന്നുള്ള ഒരു കണ്ടീഷനെ കുറക്കാൻ സാധിക്കും. ഓക്കെ, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എംബ്രേസ് നത്തിങ്നെസ്. അതായത് നമ്മള് കിട്ടുന്ന സമയം, ഇപ്പോ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഒറ്റക്കൊന്ന് ഇരുന്ന് നമ്മുടെ നേച്ചറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ, നമ്മളെ ചിന്തകളെ എന്ത് ചെയ്യുക, ഒന്ന് തുറന്നു വിടുക, അല്ലെങ്കിൽ സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് കിട്ടിയാൽ പോലും നമ്മൾക്ക് കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കണം എന്ന് പറയില്ല, കാരണം അത് നമുക്ക് കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആക്കും. നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാം, അല്ലെങ്കിൽ ഓവറായിട്ട് ചിന്തകൾ മുഴുകി ഓവർ തിങ്കിങ്ങിലോട്ട് എത്തരുത്. എന്നാൽ പോലും നമുക്ക് നല്ല ആശയങ്ങളൊക്കെ കിട്ടും. നമുക്ക് നമ്മൾ പലവർക്കും പല പൊട്ടൻഷ്യൽ ആയിരിക്കും ഇന്ന്. പക്ഷെ നമ്മൾ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് നമുക്ക് തോട്ട് വന്നാലും നമ്മൾ സെർച്ച് ചെയ്യുക, നമ്മളെ ബ്രെയിനിന് കൂടുതൽ വർക്ക് കൊടുക്കില്ല, നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇപ്പൊ നമുക്കൊരു ഐഡിയ അല്ലെങ്കിൽ നമുക്കൊരു ടോപ്പിക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഫോണിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒന്ന് ബ്രെയിനിൽ നമ്മൾ ഇന്ന് കേട്ടതായോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ആദ്യം ഒന്ന് സെൽഫായിട്ട് ഇന്ന് റിയലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കാം. ശേഷം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം, അങ്ങനത്തെ കണ്ടീഷനൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മൾ നമ്മളായിട്ട് ഇരിക്കാനോ ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. എന്താ വെച്ചാൽ നമ്മുടെ ചിന്തകള് നെഗറ്റീവ് ആട്ടെ പോസിറ്റീവ് ആട്ടെ നമ്മുടെ ചിന്തകള് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യും, ചിന്തയുടെ കേന്ദ്രത്തിൽ അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ബ്രെയിനിന് മെമ്മറി അല്ലെങ്കിൽ ഇമോഷണൽ പ്രോസസ്സിന് അത് കാരണമാകും എന്നുള്ളതാണ് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ടിപ്സ് ആയിട്ട് പറയാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല്, ഹലോ ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ. ഇപ്പൊ ബ്രെയിൻ റൂട്ടും അതിന് കാരണമായ കാര്യങ്ങളും പറഞ്ഞു, അതേപോലെ തന്നെ ടിപ്സ് പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ബ്രെയിനിനെ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റീസെറ്റ് ചെയ്യാൻ നമ്മൾ മെയിൻലി നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. റെഡ്യൂസ് ഡിജിറ്റൽ ഓവർലോഡ് എന്ന്. അതായത് നമ്മൾ അവിടെ പറയുന്നത് ഡിജിറ്റൽ ഡിവൈസസിൽ നിന്ന് നമുക്ക് അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒരു ദിവസമോ അതിൽ കൂടുതലോ നമുക്ക് ഡിജിറ്റൽ ഡിവൈസസിൽ നിന്ന് ഡിജിറ്റൽ ബ്രേക്ക് എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരാഴ്ചക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും. നമുക്ക് ഇഷ്ടമാണ്, അതായത് അരമണിക്കൂർ. ഇപ്പൊ നമ്മൾ ഡെയിലി ഞാൻ പറഞ്ഞു നേരത്തെ, എണീറ്റ ഉടനെ ഒരു അരമണിക്കൂർ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കുക. അതേപോലെ ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് നമുക്ക് ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതും ഡിജിറ്റൽ ഡീടോക്സിൽ പെടും. ഓക്കെ, അതല്ല നമുക്ക് 1 മണിക്കൂറിൽ കൂടുതലോ 2 മണിക്കൂറിൽ കൂടുതലോ ഒരാഴ്ചയൊക്കെ നമുക്ക് എത്രയാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ ഡിവൈസസ്, ഫോൺ ആവാം, ലാപ്പ് ആവാം, ഏത് ഡിവൈസസിൽ നിന്നും നമ്മൾ നമ്മുടെ ഒരു സെൽഫിനെ ഡീടോക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്നത്. അത് മുഖേന നമുക്ക് പറഞ്ഞാല് പല കാര്യങ്ങളും നമുക്ക് ക്രിയാത്മകമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പിന്നെ കൂടുതൽ നമ്മളെ ഫാമിലിക്കും സൊസൈറ്റിക്കും ഒക്കെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 2 എന്ന് പറഞ്ഞാൽ എൻഗേജ് ഇൻ ദ വേൾഡ്. ഓൾറെഡി പറഞ്ഞ നമുക്ക് സൊസൈറ്റിക്കും ഫാമിലിക്കും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതന്നെ ഇവിടെ വരുന്നത്. കൂടെ നമ്മൾ നമ്മുടെ നേച്ചറായിട്ടും ചുറ്റുപാടായിട്ടൊക്കെ ഒന്ന് നമ്മൾ ടൈം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. 3rd തിങ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ആൻഡ് സെൽഫ് കെയർ എന്നാണ്. അതായത് നമ്മൾക്ക് ഇന്ന്
ഇന്നിപ്പോ 7-8 മണിക്കൂറൊക്കെ ഉറങ്ങുന്നവർ വളരെ കുറവായിരിക്കും. കാരണം രാത്രി 12 മണി വരെയൊക്കെ സ്ക്രോൾ ചെയ്ത് രാവിലെ 5 മണി 5:30 6 മണി 6:30 എണീറ്റ് നമ്മൾ വർക്കിന് പോകുന്നവരാകാം, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവരാകാം, അങ്ങനെ പല കാര്യങ്ങൾക്ക് പോകുന്നവരാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്ന, ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നവർ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രമേഹം പോലുള്ള പല ഹെൽത്ത് ഇഷ്യൂസും, സ്ലീപ്ലെസ് ആയിട്ട് അതായത് ഉറക്കക്കുറവ് കാരണം കൊണ്ട് പല ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ഒരു തലമുറയാണ് നമ്മളിത്. അപ്പൊ നമ്മൾ എപ്പോഴും 7 to 8 മാക്സിമം 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അൺവാണ്ടഡ് ആയ ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. അതേപോലെ നമുക്കറിയാം അഫർമേഷൻസ് കൊടുത്തോണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസും അതേപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റിക്ക് കാരണമായിട്ടുള്ള മറ്റുള്ള ഹോർമോൺസ് കോർട്ടിസോൾ, അഡ്രിനാലിന്റെ ഒക്കെ ഒരു അളവ് കുറക്കാനും നമുക്ക് അതേപോലെ തന്നെ നന്നായി നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാനും ഈ ബ്രെയിൻ റോട്ട് പോലുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബ്രെയിൻ എക്സസൈസ് കൊടുക്കുക, നമ്മൾ കുറച്ചൊക്കെ ബ്രെയിനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് തോട്ട്സ് വരുന്നതും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ തന്നെയാണ് അത് ബുദ്ധിമുട്ടിക്കുക. അപ്പൊ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, നല്ലത് ചെയ്യാൻ ശ്രമിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ നിന്നൊക്കെ കുറച്ച് സമയം നമ്മൾ നമ്മുടെ ഫാമിലിക്കൊപ്പം ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ടോപ്പിക്കിൽ, നമ്മുടെ ഈ ഒരു ഹാഫ് ആൻ അവർ സെഷനിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിലോ പറയാണ്ടെങ്കിലോ ഒക്കെ പറയൂ കേട്ടോ. ഹലോ ഹലോ ആരും ഇല്ലേ? ഹായ് മാം. ഹലോ. നല്ല ടോപ്പിക് ആയിരുന്നു. സത്യത്തിൽ ഞാനിത് നെക്സ്റ്റ് എൻ്റെ അടുത്ത മോൺ സർക്കിളിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ബ്രെയിൻ റോട്ട്. എന്തായാലും നന്നായിട്ട് പ്രസന്റ് ചെയ്ത് താങ്ക് യു. പിന്നെ ഞാൻ ഇതില് 7 days ബ്രെയിൻ റോട്ട് റിക്കവറി റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് മാം പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ടാസ്കുകൾ ഓരോ ദിവസത്തെ ആ രീതിയിൽ ഒരെണ്ണം ഇങ്ങനെ പ്ലാൻ ചെയ്തല്ലേ? പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 7 days കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ളത് ഒരു അനാലിസിസ് സ്വയം ചെയ്യുന്നതിനുള്ള ഒരു പ്ലാൻ കൂടെ അതിലുണ്ടായിരുന്നു. പിന്നെ വെച്ചാല് നമുക്ക് സാധാരണ ഇത് കൺട്രോൾ ചെയ്ത ആളുകൾക്ക് ഇത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോ ഹൗസ് വൈഫ് ആണെങ്കിൽ തന്നെ ഇത് കൂടിയിട്ട് അവർക്ക് ഒഴിവ് സമയം കുറെ ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്തിട്ട് സ്വന്തം കാര്യങ്ങൾ, അതായത് വീട്ടിലെ ഡെയിലി കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആവാം, ഒരു പ്ലാനിങ് ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ആളുകളൊക്കെ പിന്നീട് അത് മനസ്സിലാക്കിയിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞതൊക്കെ നന്നായിട്ട് യൂസ് ആവും. താങ്ക് യു. അതെ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മളിത് 7 day പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് 7 day നമ്മൾ കണ്ടിന്യൂസ് ആയി നമ്മൾ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ 21 days നമ്മളൊരു കാര്യം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ലൈഫിന്റെ പാർട്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളിൽ തന്നെ പലവരും ഉണ്ടായിരിക്കാം അമിതമായിട്ട് സ്ക്രീൻ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഡിജിറ്റൽ ഡീടോക്സ് എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്ത് നോക്കുക. പിന്നെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രകൃതിയായിട്ടൊക്കെ ഒന്ന് നമ്മൾ മിങ്കിൾ ചെയ്യാം, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാം, നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാം. ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മുമ്പത്തെ സെഷൻസിലൊക്കെ പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതേ റിലേറ്റഡ് ആയ കാര്യങ്ങളിലൊക്കെ പണ്ടുണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു മഹത്കരമായ ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാന്നൊക്കെ പറയാം. അപ്പോ അതേപോലെ നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് എന്തായാലും നമുക്ക് ഒരു മുക്തത വേണം. നമുക്ക് പൂർണ്ണമായിട്ട് മാറാൻ ഒരിക്കലും സാധിക്കൂല. കാരണം നമുക്ക് അതില്ലാതെ പറ്റില്ല. കാരണം നമുക്ക് എന്ത് കാര്യങ്ങൾക്കും വേണം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഓൾറെഡി ചെയ്യുന്നവരായിരിക്കാം മേ ബി. കാരണം അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്യുന്നവരായിരിക്കാം. നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ അൺഫോളോ ചെയ്യുക. നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയ കാര്യങ്ങളിലും മാത്രം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും. എപ്പോഴും നമ്മളെ ബ്രെയിനിനെ റീവർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ?
ആരെങ്കിലും? സജന മാം ഒന്ന് ഇല്ല. അപ്പം ഞാനൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഡിജിറ്റൽ അംനീഷ്യ എന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? അംനീഷ്യ അറിയാലോ അല്ലേ? അതേപോലത്തെ ഒരു സംഭവമാണ് ഡിജിറ്റൽ അംനീഷ്യ. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കയ്യിലുണ്ട്. അപ്പം അത് അതിന് മെമ്മറി ഉണ്ട്. അത് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും എന്നതുകൊണ്ട് നമ്മളത് ഓർത്തിരിക്കാത്തൊരവസ്ഥ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം ഫോൺ നമ്പറൊന്നും ഓർത്തിരിക്കില്ല ആരുടെയും. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ലൊക്കേഷൻ മാപ്പ് ഓർത്തിരിക്കുന്നില്ല. അതുപോലെ ഒരു കാര്യവും നമ്മൾ ഓർത്തിരിക്കുന്നില്ല. എല്ലാം നമ്മൾ ഫോണിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ അംനീഷ്യ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയാണ്. പക്ഷേ അത് പറയുന്നത് ഒരുപാട് കാലം ഇങ്ങനെ ഡിജിറ്റൽ അംനീഷ്യ ഉള്ള ഒരാൾ പിന്നീട് അത് പതിയെ അംനീഷ്യ ആയിട്ട് മാറും. ആവശ്യമുള്ളതും ഓർത്തിരിക്കാത്ത ഒരു അവസ്ഥയായിട്ട് മാറും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതും ഈ പറയുന്ന മാം പറഞ്ഞ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അതെ നല്ല അതെ, സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സാർ, താങ്ക് യു. അതെ സാർ പറഞ്ഞത്, അത് നമ്മളിപ്പോ ഡിജിറ്റൽ അംനേഷ്യ എന്ന് പറയുന്നത് സാർ ഇപ്പൊ പറഞ്ഞു അതങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് പിന്നെ അത് അംനേഷ്യയിലോട്ട് സ്വിച്ച് ചെയ്യും. ശരിയാണ്, നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് ഒരു നമ്പർ പോലും ഓർത്തിരിക്കാൻ വയ്യ. നമുക്ക് ഗൂഗിൾ മാപ്പിന്റെ സഹായം ഇല്ലാതെ ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം പണ്ട് നമ്മൾ എന്തെങ്കിലും ഓർത്തിരുന്ന കാര്യങ്ങൾ ഡയറിയിലൊക്കെ എഴുതിയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ നോട്ട്സിലാണ്. അപ്പൊ നമ്മൾ അത്രത്തോളം നമ്മളെ ലൈഫിൽ സോഷ്യൽ മീഡിയക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഡിജിറ്റൽ ഡീടോക്സ് എന്നുള്ള ഒരു ആക്ടിവിറ്റി നിങ്ങൾ എന്തായാലും ചെയ്യണം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ ഒരു ദിവസത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫോണിനെ മാറ്റി നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളിൽ നിങ്ങൾ എന്തായാലും ടൈം സ്പെൻഡ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ഒരു ടൈം കണ്ടെത്തണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്. അപ്പോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യാനോ വിട്ടുപോയ കാര്യങ്ങളോ ഫീഡ്ബാക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. മാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരാളാണ്. മൊബൈൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ വരുന്ന കോളുകൾ മാത്രം എത്തുക ചെയ്യുക. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പോലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അന്ന് ഓഫ് ആയിരിക്കും. വളരെ നല്ല ക്ലാസ്, നല്ല ഒരു ഗുണം കൂടി ഉണ്ടെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അത് അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ടൈം ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ കണ്ണുകൾക്കും. നല്ലൊരു ആശ്വാസമാണ് അന്നത്തെ ഒരു ദിവസം. ഓക്കെ മാം, താങ്ക് യു. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. ശരി, സാർ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ ഗാഡ്ജറ്റ്സ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്ലഷറബിൾ ആയ മൊമെന്റ്സ് ഒക്കെ കിട്ടും. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ സാറ് ചെയ്യുന്നത് ശരിയാണ്. അപ്പൊ നമുക്കും അതേപോലെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ കൂടുതൽ അമിത ഉപയോഗം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അപ്പൊ നമുക്ക് സെഷന് വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? ഓക്കെ, വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മൊബൈൽ മാറ്റി വെക്കണമെന്നൊക്കെ കുട്ടികളോട് പറയുമെങ്കിലും ഇപ്പൊ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വിംബിൾ അക്കാഡമിയുടെ തന്നെ കുറെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അത് നോക്കും. അങ്ങനെ തന്നെ കുറെ ടൈം വൈകിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഒരു മണിക്കൂറെങ്കിലും അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ നോക്കാം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ കുറെ വർക്കുകൾ പെൻഡിങ് ഒക്കെ കിടക്കും. എന്നാലും ശരി, നമുക്കിത് അറിയാമെങ്കിലും നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ വിചാരിച്ച് നമ്മൾ വീണ്ടും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യവും വരാറുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും അല്ലാതെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആണ് എങ്കിലും നമുക്ക് ടൈം കുറേ വേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പൊ എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു മാം. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ മാം പറഞ്ഞ ഓരോ വാക്കുകൾ, അതുപോലെ സാർ പറഞ്ഞ ഈ ഫോൺ നമ്പർ ഓർക്കാത്ത കാര്യം, നേരത്തെയൊക്കെ എത്ര നമ്പേഴ്സ്, എത്ര പേരുടെ പേര് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ഓർക്കുമായിരുന്നു. ഇപ്പൊ ശരിക്കും അത് നമുക്ക് സാധിക്കുന്നില്ല. 2-3 പേരുടെ ഫോൺ നമ്പർ തന്നെ ഡിഫിക്കൽട്ട്. അയ്യോ, അവരുടെ നമ്പർ എന്തായിരുന്നു, മറന്നുപോയി, അങ്ങോട്ട് പോയി, അങ്ങനെ ചിന്ത വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പറഞ്ഞ പോലെയുള്ള ടിപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു മാം. ഫോൺ നമ്പർ മാത്രമല്ല മാം, നമ്മൾ ഒരു സ്ഥലം കാണാൻ പോയി,
നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ ആ സ്ഥലം ആണ് കാണുക. ഇപ്പം നമ്മൾ അതിൻ്റെ ഫോട്ടോയാണ് കാണുക. ഫോട്ടോ എടുക്കും, ആ ഫോട്ടോ ആണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ആ സ്ഥലം എൻജോയ് ചെയ്യാറില്ല. അതെല്ലാം ശരി. ഇതിന്റെ ഭാഗമാണ്. നമ്മൾ എങ്ങനെ അതുകൊണ്ട് നന്നായിട്ട് ഫോട്ടോ എടുക്കാനേ ശ്രദ്ധിക്കുള്ളൂ. നമ്മൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാറില്ല. അത് നമ്മുടെ ഫോട്ടോയിൽ എങ്ങനെ വരുന്നു, ഏത് സ്ഥലത്ത് നിന്നാലാണ് നമ്മൾ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ പറ്റുന്ന ഫോട്ടോസ് കിട്ടുക എന്നൊക്കെയാണ് നോക്കുന്നത്. അതെ അതെ അത് ശരിയാണ്. നമ്മള് താങ്ക് യു മാം. നല്ല പിക്ചറിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മളെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ എത്രത്തോളം ആളുകൾ കാണും, അത് എത്രത്തോളം ഭംഗിയാക്കിയിരിക്കണം എന്നുള്ളതിന് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളിപ്പോ എവിടെ പോയാലും ഇപ്പൊ തന്നെയാണ് അവസ്ഥ. അപ്പൊ നമ്മൾ അതൊക്കെ മാറ്റുക. നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മളത് എൻജോയ് ചെയ്യുക. നമ്മളെ ടൈം ഏറ്റവും കൂടുതൽ നമുക്ക് എങ്ങനെയൊക്കെ ക്വാളിറ്റി ആക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ക്വാളിറ്റി ആക്കിയാൽ അത് നമ്മുടെ ലൈഫിൽ വർത്തായിരിക്കും. ഓക്കെ, ആരോ പറയുണ്ടായിരുന്നു. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു ഓൾ. ഓക്കെ, ബൈ.